ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇങ്ങനെയല്ല, ട്രെയിനിൽ പോവുകയാണ്. ട്രെയിനിലാകുമ്പോൾ നമുക്ക് ഫ്രീ ആണല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ മാത്രമല്ല, ചേട്ടൻ്റെ അമ്മയും വരുന്നുണ്ട്. അച്ഛനെ വിളിച്ചതാണ്, അച്ഛൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛന് ഷോപ്പുള്ളതുകൊണ്ട് അതിന് അത്രയും ദിവസം മാറിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു 12-13 ദിവസത്തെ ട്രിപ്പാണേ. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അടുത്ത മാസം. അപ്പോൾ അതുകൂടെ ചേർത്ത് ഈ ട്രിപ്പ് അങ്ങ് പോവാന്ന് വിചാരിച്ച്. ഞങ്ങൾ മാത്രമല്ല, ചേട്ടൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട് പോകാനായിട്ട്. അവരെല്ലാം ഇപ്പോൾ നാട്ടിലുണ്ട്. ചേട്ടൻ മാത്രമേ അവിടെ ജോലി സ്ഥലത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകും, ചേട്ടൻ ഇവിടെ വരും. അങ്ങനെയാണ്, എന്നിട്ട് ഒരുമിച്ചാണ് പോകുന്നത്. കാശ്മീരാണേ പോകണം. ചേട്ടൻ ജമ്മുവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ട് പെട്ടി പാക്ക് ചെയ്യണം. എൻ്റെയും ചേട്ടൻ്റെയും ഡ്രസ്സ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സ് എനിക്ക് കൊണ്ടുപോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ അവിടെ കൂടുതൽ യൂണിഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേട്ടന് നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്ന അവർ നോർമൽ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് അവിടെ അധികം അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ കൊണ്ടുപോയിട്ടില്ല. ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ജോഡി എക്സ്ട്രാ അല്ലാണ്ട് എന്തോ ഒരു ജോഡി എന്തോ ചേട്ടൻ്റെ കയ്യിലുള്ളൂ. അപ്പം എനിക്ക് ഇവിടെ നിന്ന് ചേട്ടൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും എല്ലാം കൂടി കൊണ്ടുപോകണം. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു പെട്ടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്കുള്ളത് അമ്മ സെപ്പറേറ്റ് അമ്മ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞ് അമ്മ സെപ്പറേറ്റ് വേറൊരു പെട്ടി എടുത്തിട്ടുണ്ട്. നാളെ ഈവനിങ് ആണ് ഞങ്ങൾ പോകണത്. അപ്പം നാളെ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പം നാളെ എനിക്ക് പാക്ക് ചെയ്യാനുള്ള ടൈം കിട്ടൂല. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ അങ്ങ് പാക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പം എനിക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈം കളയണ്ട, ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അങ്ങ് പാക്ക് ചെയ്ത് വെക്കാമെന്ന്. ഓൾറെഡി ഞാൻ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് പെട്ടിയിലാക്കി നോക്കി, കൊള്ളുമോ, ഇത്ര സാധനം കൊള്ളുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്നുകൂടി നല്ലതുപോലെ പെട്ടിക്കകത്താക്കണം. പിന്നെ ഞാൻ എക്സ്ട്രാ 2-3 ജോഡി ചെരുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ അങ്ങ് മാറ്റി. എന്തിനാണ് വെറുതെ. ഒരു ഷൂ എടുത്തിട്ടുണ്ട്, പക്ഷേ പിന്നെ അല്ലാണ്ട് വേറൊരു നോർമൽ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ചുരിദാറാണ്. 5 ജോഡി ചുരിദാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഷൂ ഇടുന്നതിനെക്കാട്ടി ഞാൻ വിചാരിച്ച് അല്ലാത്തൊരു ജോഡി ചെരുപ്പ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തായാലും ടൈം കളയണ്ട, നേരെ പെട്ടി പാക്ക് ചെയ്യാം. ഈ ഒരു പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ഒരു പെട്ടിയും അതുപോലെ ഈ ഒരു ബാഗും ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ്. വെഞ്ഞാറമൂട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ബാഗും ഈ ഒരു പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പെട്ടി എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് വലുതായി പോവും, ഇതിൽ കൊള്ളാനുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ എല്ലാമൊക്കെ എടുത്ത് വെച്ച് ഇതോ ആ സൈഡിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ കൊണ്ടുപോകാനായിട്ട് എല്ലാം മടക്കി വെച്ചേക്കുന്നതാണ്. അതെല്ലാം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഈ പെട്ടി തികയില്ല എന്നാണ് സത്യത്തിൽ എനിക്കിപ്പോൾ തോന്നണത്. ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ വെച്ച് നോക്കി, അപ്പം അതിൽ സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളുണ്ട് വെക്കാനായിട്ട്. ഇപ്പം സ്ഥലം തികയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ഥലം തികഞ്ഞില്ലെങ്കിൽ നോർമൽ ഒരു ബാഗ് കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതെടുത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് പോണ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പെട്ടിയും കൊണ്ട് പോകത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിലിട്ട് ഇങ്ങനെ സൈഡിൽ തൂക്കിക്കൊണ്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാക്കിങ് തുടങ്ങാം. സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യം ചേട്ടനുള്ള പാക്ക് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സൈഡ് ഫുള്ള് എൻ്റെതും ഒരു സൈഡ് ഫുള്ള് ചേട്ടൻ്റെതും വെക്കാമെന്നാണ്. അപ്പോൾ ആദ്യം ചേട്ടൻ്റെത് തന്നെ അങ്ങ് വെക്കാം. ചേട്ടന് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇതിൽ ഫുള്ള് ഞാൻ വെച്ചേക്കുന്ന ചേട്ടനുള്ള ടീഷർട്ടും ഷർട്ടും ഷോർട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ ഞാൻ വെച്ചേക്കുന്നത്. അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ചേട്ടൻ്റെ ജീൻസ്, ഷോർട്ട്സ്, ജീൻസിൻ്റെ ഷോർട്ട്സ്, ജീൻസ് അല്ലാണ്ട് ഒരു തോർത്ത്, ചേട്ടന് തോർത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തോർത്ത് കൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സോക്സ്, എനിക്ക് 2 സോക്സ്, അതുപോലെ ചേട്ടന് 2 സോക്സ് വെച്ചു. പിന്നെ ചേട്ടനാണെങ്കിൽ വരുമ്പോഴും പോകുമ്പോഴും ഷൂ അവരെ ബൂട്ടാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചേട്ടൻ ഇടാനായിട്ട് നോർമൽ ഒരു ചപ്പൽ എടുത്തിട്ടുണ്ട്, ക്രോക്സ്, ഇതെടുത്തു. അതുപോലെ അല്ലാണ്ട് ഒരു പുറത്തൊക്കെ ഇവിടെ ഉള്ളപ്പോൾ നാട്ടിലുള്ളപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ഷൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഷൂവും ചെരുപ്പും കൂടി ഇതിൽ തന്നെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷൂ ആണ് എടുക്കുന്നത്.
അതുപോലെ ഞാൻ കൂടുതലും ഞാൻ 4-5 ജോഡി ചുരിദാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടാനായിട്ട് ഇങ്ങനെ വർക്കുള്ള ഒരു നോർമൽ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ കൂടി എൻ്റെതും കൂടി ഇങ്ങോട്ടങ്ങ് വെക്കാമെന്ന്. ഇത് വന്നിട്ട് എൻ്റെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഹെയർ സിറം, പിന്നെ ബോഡി ലോഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതേ. അപ്പോൾ ഇത് ഇങ്ങോട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഫേസ് വാഷ്, ഷാമ്പു, കണ്ടീഷണർ, പേസ്റ്റ്, ബ്രഷ്, ഫേസ് എറൈസർ, ഒരു ഡോറിൻ്റെ സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, എന്തോ അതെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇത് ഇങ്ങോട്ട് തന്നെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ ബോക്സാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കുപ്പിവെള്ളം, ഞാൻ മെറൂൺ കളർ കുപ്പിവെള്ളം വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നതിൽ മെറൂൺ കളർ ചുരിദാർ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഈ 2 കുപ്പിവെള്ളം, 2 അല്ല കുറച്ചധികം കുപ്പിവെള്ളം വെച്ചിട്ടുണ്ട് ഈ കളറ്. അതും സ്ലൈഡും ബണ്ണൊക്കെയാണ്. ഇത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ വള പൊട്ടിപ്പോയാലോ, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ചേട്ടന് അവിടെ നമ്മളിപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് മാറ്റാനായിട്ട് ചേട്ടന് ഞാൻ ഒരു ജോഡി ഡ്രസ്സേ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ ഒരു ജോഡിയും കൂടെ വെക്കാം. ചേട്ടൻ ഒരു ജോഡി മതി എന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ വിചാരിക്കുന്ന ഒരു ജോഡിയും കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് ഞാൻ അങ്ങ് മാറ്റും. ചിലപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു, കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ജോഡിയും കൂടെ ഇവിടെ ഏറ്റവും മുകളിൽ വെച്ചേക്കാം. ആ സമയത്ത് വേണ്ടെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൽ എന്തെങ്കിലും വെക്കാൻ സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ. വേണ്ട, ഇത്രയും മതി. നമുക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. ഇതുകൂടി വെക്കാം. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത്, എൻ്റെ ആക്രി ബീക്രി എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉണ്ട്. ഇത് ഞാൻ 3 എണ്ണം, ഇത് 2, ഇത് 3 എണ്ണം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കൊണ്ടുപോകാനായിട്ട്. എന്നാൽ ഇതുകൂടി ഇവിടെ അങ്ങ് വെച്ചേക്കാം, സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് ക്ലിപ്പ് അങ്ങ് പിടിച്ചിടും. അപ്പം ഈ സൈഡ് ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഇനി ഒന്ന് കറക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കിടന്ന് എത്തേണ്ടി വരും. അടുത്ത ഈ സൈഡിൽ ഞാൻ വിചാരിച്ചു എൻ്റെ സാധനങ്ങളങ്ങ് വെക്കാം. അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ ഇന്നേഴ്സ് ആണ് കേട്ടോ. അതെല്ലാം ഞാൻ ഇങ്ങനെ വാരി വലിച്ചിടാതെ ഞാൻ വിചാരിച്ചത് പാക്ക് ചെയ്ത് വെക്കാന്ന്. ഇത് ഫുള്ള് എൻ്റെ ഇന്നേഴ്സ് ആണ്. ഈ സൈഡിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ജീൻസ് എടുത്തിട്ടുണ്ട്. 3 അല്ല 4, 1, 2, 3, 4, കുറച്ചുകൂടി ചെറുതായിട്ട് മടക്കും. ഒരു 4 ജീൻസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടീഷർട്ട് ഞാനൊരു 1, 2, 3, 4, 5, ഒരു 8 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 8 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ഇടാൻ വേണ്ടിയും അതുപോലെ എടുത്തിട്ടുണ്ട്. 2 പാൻറ്റും 2 ടീഷർട്ടും. രണ്ട് പാൻറ്റ് 2 ടീഷർട്ടും നൈറ്റ് ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ചുരിദാറാണ്. ചുരിദാർ ഞാനൊരു 4 ജോഡി എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് 2 ജോഡിക്ക് ഈ കളർ പാൻറ് ഷോളുമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ ഉള്ള പാൻറ് ഷോളും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകണ്ടല്ലോ. അപ്പം ഇതും വേറൊരു ടോപ്പും ആകുമ്പോൾ എനിക്ക് ഈ 2നും ഒരു പാൻറ് ഷോളും മതി. അപ്പം ഞാൻ അങ്ങനെ നോക്കിയാണ് എളുപ്പത്തിന് എടുത്തിട്ടുള്ളത്. ഈ സൈഡിലോട്ട് വയ്ക്കാം. സ്ഥലം തികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചുരിദാറാണ്. കുറച്ചുകൂടി സ്ഥലം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ പാൻറ്റും ഷോളും.
1 2 3 4 പാൻറ് ഷോളും 5 ടോപ്പ് എടുത്തു. അതിൽ ഞാൻ 4 പാൻറ് ഷോളും എടുത്തിട്ടുള്ളൂ. ഒരു പാൻറ് ഷോൾ തന്നെ ഞാൻ 2 യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ ചൂടാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റ്, നോർമൽ ഒരു ക്ലോത്തിൻ്റെ ജാക്കറ്റ് കൂടി എടുക്കുന്നുണ്ട്. ആവശ്യം വന്നാൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതിനാകുമ്പോൾ അധികം വെയിറ്റും വേണ്ട, വെയിറ്റും കാണത്തില്ല, അധികം സ്പേസും വെക്കാൻ വേണ്ട. മറ്റുള്ള ജാക്കറ്റൊക്കെ എടുത്താൽ ഭയങ്കര സ്പേസ് വേണം. എടുത്തിട്ടില്ല, ചേട്ടൻ പറഞ്ഞ് എടുക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് എടുക്കാം, വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ സാധനങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, അത് എടുക്കണം. അത് ഇതിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല, ഞാൻ വിടും. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൽ വെക്കാനുള്ളത്. ഈ സിബം അടയ്ക്കാം. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂവിൻ്റെ സ്പ്രേ എടുത്തിട്ടുണ്ട്, എങ്ങാനും ആവശ്യം വന്നാൽ എടുക്കാമല്ലോ, വെച്ചേക്കാം. അതേപോലെ ഇത് ഗുളികകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പനി, ജലദോഷം, ഛർദിൽ, ലൂസ് മോഷൻ, വായു, പിന്നെ എന്താ പനിയുടെ പാരസിറ്റമോള്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഗുളികകളും ഇതിലുണ്ട്. ഇത്രയും ഗുളിക, പിന്നെ ബാൻഡേജ്, അതുപോലെ തന്നെ വിക്സ്, ഇൻഹെയിലർ എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഞാൻ ഈ ഒരു ഇതിലാക്കി. ഇത് നല്ല അടിപൊളിയായി. ഇതിവിടെ ഞാൻ തൂത്ത് കളയാനായിട്ട് ഇട്ടിരുന്ന സാധനമാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാം, ഇതിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കിഴിക്കെട്ടിലാക്കി ഞാൻ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഇത് എപ്പോഴും ആവശ്യം വരില്ലല്ലോ, എങ്ങാനും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം. അതുപോലെ ഞാൻ വായിക്കണം എന്ന് ആഗ്രഹിച്ച് 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കാൻ എനിക്ക് പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ചാൽ ട്രെയിനിൽ എല്ലാവരും ഉണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം എങ്ങാനും വായിക്കാൻ പറ്റുകയാണ്, ടൈം കിട്ടുകയാണെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ അത് ഇവിടെ തന്നെ വെച്ച് ഞാൻ കൊണ്ടുവരും. അത് ഒരെണ്ണം ഇതിൽ അകത്ത് വെച്ചേക്കാം, ഒരെണ്ണം ഹാൻഡ് ബാഗിൽ വെച്ചേക്കാം. കാരണം ഇത് നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ അങ്ങ് വെക്കുമല്ലോ, ഇനി നമ്മളെ കൈ കാണത്തില്ലല്ലോ. ഇന്ന് കൊച്ചു ബാഗ് എടുക്കാവേ, ഇതങ്ങ് അടയ്ക്കുക ആദ്യം, ഇത് അടച്ചിട്ട് കൊച്ചു ബാഗ് എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഈ പെട്ടിയിലുള്ളത്. ഇതിലിനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ എന്ന് എനിക്ക് അറിയത്തില്ല. വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ എന്തായാലും പെട്ടി അടയ്ക്കാം. അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബാഗിൻ്റെ അകത്ത് ഇപ്പം വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം വെക്കാനായിട്ട് ഞാൻ ഇപ്പം കാണിച്ചില്ലേ ഒരു ബുക്ക്, ഇതാണ് ഈ ബാഗിൻ്റെ അകം വരുന്നത്. ഒരു സിബുണ്ട്, പിന്നെ അകത്തൊരു അറയുണ്ട്, അതുപോലെ പുറത്തൊരു അറയുണ്ട്. ഈ ഒരു ബാഗ് നല്ല സ്പേസ് ഉണ്ട്, നല്ല ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു ബുക്ക് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 2 ഓർബിറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു സ്ട്രോബെറി ബനാന, ഈ ഒരു മിക്സ് ഫ്രൂട്ട് ഫ്ലേവർ, ഇതിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മിൻറ്റിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഈ 2 ഓർബിറ്റ് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ചാർജർ വെക്കണം, എൻ്റെ മൈക്ക് വെക്കണം, എയർപോഡ് വെക്കണം, പിന്നെന്താ പിന്നെ എന്തെങ്കിലും കറുമുറു സാധനങ്ങൾ കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു കവറിൽ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെറിയ പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എൻ്റെ ചേട്ടൻ്റെ സാധനങ്ങളും എല്ലാം ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ച് ഇതിലെടുത്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, ഞാൻ കാണിച്ച 2 സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ച് പോകാൻ നേരത്ത് ഇതിലെടുത്ത് വെക്കാമെന്ന്, ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് ട്രിപ്പ് പോയാൽ മതി. ഇനി എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാളെ വൈകിട്ടായാൽ മതി, ഒന്ന് ട്രെയിനിൽ കയറിയാൽ മതി, ആ ഒരിതാണ്. ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പാക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പിന്നെന്താ, നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ് എന്ന്, ട്രെയിൻ ഈവനിങ് ടൈം കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, 7 മണി അങ്ങനെ എന്തോ ആണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഹസ്ബൻഡ് ചേട്ടൻ വരും, ചേട്ടനും ചേച്ചിയും വന്നിട്ട് ഞങ്ങളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ.
എന്നിട്ട് ഞങ്ങൾ കയറി ചേട്ടൻ്റെ അടുത്ത് പോകും. ബാക്കി ചേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം കൊല്ലത്തുനിന്ന് കയറും. ചേട്ടൻ മാത്രമേ ഉള്ളൂ ജോലി സ്ഥലത്ത്. അവരെല്ലാവരും ലീവ് എടുത്ത് നാട്ടിലുണ്ട്. അപ്പോൾ അതൊരു ടെൻഷനാണ്. അവിടെ ചേട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണല്ലോ വരണത്, കൂട്ടാരും ഇല്ല. അതാലോചിക്കുമ്പോൾ അതൊരു ചെറിയൊരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാണാമല്ലോ. ചേട്ടന് ഇപ്പം കുറച്ച് നാളോട് ചേട്ടൻ പോവുകയും വരികയൊക്കെ ചെയ്യണോണ്ട് ചേട്ടന് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.